ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ ഒരു കട്ടൻ ചായയും ഒക്കെ ആയിട്ട് ഒന്നുകിൽ പുറത്തോട്ട് നടപ്പ് അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നൊരു പതിവുണ്ടേ. നല്ലൊരു പോസിറ്റിവിറ്റിയാണ് കേട്ടോ. പണ്ട് അനീതിയായിരുന്നു വാല് പോലെ എൻ്റെ പുറകെ നടന്നിരുന്നത്. ഇന്നിപ്പോൾ ഇവനാണ് കേട്ടോ. എവിടെ പോയാലും കൂടെ പോകുന്നുള്ളൂ. ഇതും ഒരു ഹാപ്പിനെസ്. അവൻ നമ്മളോട് സംസാരിക്കത്തില്ലെന്നേ ഉള്ളൂ. അവന് പറയാനുള്ളതൊക്കെ നല്ല ക്യൂട്ടായിട്ട് അവൻ എക്സ്പ്രസ് ചെയ്യും കേട്ടോ. സ്നേഹമാണെങ്കിൽ പറയുകയും വേണ്ട. ഇവിടെ എല്ലാവരെയും വശീകരിച്ച് കയ്യിലെടുത്ത് വെച്ചേക്കാണ് അവന്. ഇന്ന് രാവിലെ ചപ്പാത്തിയാണ് കേട്ടോ കഴിക്കാൻ. എന്നാണെന്നറിയത്തില്ല, ഫ്രോസൺ ചപ്പാത്തി ഒന്നും ഇവിടെ മുന്നേ വാങ്ങിച്ച് കണ്ടിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇന്നലെ ഇങ്ങനൊരു സാധനം അപ്പച്ചേ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. ഇനിയിപ്പോൾ വല്ല ഫ്രീ കിട്ടിയതാണോ എന്തോ. അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. കാരണം പാക്കറ്റ് ഫുഡ് അല്ലെങ്കിൽ ഫ്രോസൺ ഐറ്റംസ് ഒന്നും ഇവിടെ വാങ്ങിക്കൽ പതിവില്ല കേട്ടോ. ഇവിടെ എന്ത് വേണേലും സ്വന്തം ഉണ്ടാക്കി കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. ചപ്പാത്തിക്ക് കഴിക്കാൻ അമ്മച്ചി നല്ല ഒരു ഉരുളക്കിഴങ്ങ് മസാലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 3 ചപ്പാത്തി എടുത്തു. ഇത് നല്ല നൈസ് ചപ്പാത്തി ആയതുകൊണ്ട് 3 എണ്ണമൊക്കെ കഴിച്ചെങ്കിലേ ഉള്ളൂ വയറ് നിറയത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസും ഒക്കെ കഴിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ സിറ്റ് ഔട്ടിൽ വെച്ചിരിക്കുന്ന പ്ലാന്റ്സിൻ്റെയൊക്കെ ചൂടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ഉണങ്ങി നിന്നിരുന്ന ഇലകളൊക്കെ കളഞ്ഞു, എല്ലാം ഒന്ന് റെഡിയാക്കി. കഴിഞ്ഞ വർഷം ഈ ഒരു ടൈമിലാണ് ഞാൻ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചത്. കുറേ ഉണ്ടായിരുന്നു. എന്നിട്ട് മഴക്കാലം വന്നപ്പോൾ ഇവിടെ സിറ്റ് ഔട്ടിലേക്ക് മഴ പെയ്യുമ്പോൾ നന്നായിട്ട് വെള്ളം വീഴുവേ. അപ്പോൾ ഓവറായിട്ട് വെള്ളം വീണിട്ട് കുറേ ചെടികളൊക്കെ ഒന്ന് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ എനിക്കത് മറ്റേതൊക്കെ മാറ്റി വെക്കേണ്ടി വന്നു. പിന്നെ ആ ഒരു സമയത്ത് എവിടെ പോയാലും വെറൈറ്റി ആയിട്ടുള്ള ചെടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പറിച്ചുകൊണ്ട് പോരുമായിരുന്നു. പിന്നെ മഴക്കാലം വന്നപ്പോൾ ഇതിൻ്റെ ഇടയിൽ രാത്രിയിലൊക്കെ തവളുകൾ കയറിയിരിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ തവളുകൾ കുഴപ്പമില്ല, പിന്നെ അതിൻ്റെ പുറകെ വേറെ ആരെങ്കിലുമൊക്കെ കയറി വന്നിരുന്നാലോ എന്ന് പേടിച്ചിട്ട് കുറേ ചെടികളൊക്കെ എടുത്ത് പുറത്തേക്കൊക്കെ മാറ്റിയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പ്ലാന്റിങ്ങിനോടൊക്കെ ഇഷ്ടമുണ്ടായിരുന്നെങ്കിലും ഞാനിവിടെ ഇല്ലാതിരിക്കുന്നതുകൊണ്ട് ഞാനങ്ങനെ ചെടികൾ നടാനൊന്നും സമയം കണ്ടെത്തിയിരുന്നില്ല. പിന്നെ ഇവിടെ എല്ലാവർക്കും കൃഷിയോട് ഇങ്ങനെ ചെടികളോടൊക്കെ ഭയങ്കര താല്പര്യമാണ് കേട്ടോ. കൃഷിയോടുള്ള അമിത താല്പര്യം കൊണ്ട് മുറ്റത്തൂടെ എല്ലാം വാഴയും ചേമ്പും ചേനയും കാച്ചിലും ഒക്കെയാണ്. പറമ്പിക്കൂടെ എല്ലാം ചെടികളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലത്തെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ജോലിക്ക് ഇരിക്കുവാണ്. അപ്പോൾ കാലാവസ്ഥയൊക്കെ നല്ല അടിപൊളി കാലാവസ്ഥയാണ്. ഇനിയിപ്പോൾ അടുത്തൊരു മാസം കൂടി ഇങ്ങനൊരു ഒരു കുളിരും തണുപ്പും സുഖമുള്ളൊരു കാറ്റും ഒക്കെ കാണുള്ളൂ. അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുക, സ്കിന്നൊക്കെ അടിപൊളിയായിട്ട് വയ്ക്കുക, ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക, നല്ല ഫുഡ് കഴിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ വർക്കൊക്കെ തുടങ്ങട്ടെ കേട്ടോ. ബൈ.